ഹലോ, അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇത് ഇന്ന് രാവിലെ വെള്ളക്കടല മസാല കറി ഉണ്ടാക്കാനായിട്ടായിരുന്നു. സ്കൂളിലുള്ള ദിവസമാണ്, ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പൊ ഇത് വേഗം വെള്ളക്കടല അടപ്പത്തിട്ടിട്ട് ഞാൻ കുക്കർ അടച്ചുട്ടോ. പിന്നെ വേഗം സവാള അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇതിലേക്ക് സവാളയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ മസാലക്കറി ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് മസാലക്കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 2 ഏലക്കായും 2 കരയാമ്പൂ, പിന്നെ കുറച്ച് പെരിഞ്ജീരകം, പിന്നെ കുറച്ച് സാദാ ജീരകം കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായി മൂത്ത് വരണ്ട. അപ്പോൾ പിന്നെ സവാള ഇട്ടിട്ട് സവാളയും കൂടി നന്നായി മൂത്ത് വന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു തക്കാളി നന്നായി അരിഞ്ഞെടുത്തത്, പിന്നെ അതിലേക്ക് 2 കറുവപ്പട്ട, പിന്നെ കുറച്ച് തേങ്ങ, അത് നന്നായി അരച്ചെടുക്കണം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കണില്ല കേട്ടോ. നമ്മൾ ഒരു വേറെ ടൈപ്പുള്ള ഒരു മസാലക്കറിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അരച്ച് ഈ സവാള കൂട്ടിലേക്ക് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്ത് മൂത്ത് ഇങ്ങനെ വരില്ലേ, നമ്മളിതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാനുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. അപ്പോൾ ഇതൊക്കെ ഒരേ ടീസ്പൂൺ വെച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി നന്നായി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം നമുക്ക് വേവിച്ചിരിക്കുന്ന കടല നമുക്ക് ഇതിലേക്ക് തട്ടണം. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തെ ഗരം മസാലപ്പൊടികളൊന്നും ഉപയോഗിക്കാറില്ല. നമ്മൾ മുഴുവനായിട്ട് മേടിച്ചിട്ട് നമ്മൾ ചൂടാക്കി പൊടിച്ച് വെക്കാറാണ് കേട്ടോ പതിവ്. പിന്നെ അതേ കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർത്തിട്ട് നന്നായി വീണ്ടും ഒന്ന് മുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നന്നായി മൂത്ത് വന്നിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളക്കടല ഉപ്പിട്ട് പുഴുങ്ങി വെള്ളക്കടലയാണ് കേട്ടോ. അത് നമുക്ക് ഇതിൽ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് കറക്റ്റ് ആയിരിക്കണം. പിന്നെ കുറച്ച് ഇതിലേക്ക് അവസാനം ഇടുന്നത് മല്ലിയില മാത്രമേ ഇടാനുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായി ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കട്ടെ. ഇപ്പുറത്തെ സൈഡിൽ വെള്ളയപ്പം കൂടി ഉണ്ടാക്കി വേഗം ഉണ്ടാക്കട്ടെ. സ്കൂളിൽ പോകുന്ന ടൈം ആവാറായിട്ടുണ്ട്. അപ്പോൾ വേഗം വെള്ളയപ്പം ഉണ്ടാക്കിയത് മാറ്റി വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മസാലക്കറി റെഡി ആയിട്ട് ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഉച്ചക്കത്തേക്ക് ചോറിന് ഞാൻ കുറച്ച് മുരിങ്ങ, നമ്മുടെ വീട്ടിലുണ്ടായ മുരിങ്ങയുടെ നല്ല തളർന്ന് വന്നിട്ടുള്ളൊരു മുരിങ്ങയില കേട്ടത്, നമുക്ക് ഉരിയാൻ നല്ല സുഖമാണ്. അപ്പോൾ അത് വേഗം ചെയ്ത് ഇതുപോലെ ഒന്ന് ഉരിഞ്ഞെടുത്തിട്ടുണ്ട്. തണ്ടൊന്നും കളയാനില്ല. അതിൽ ഞാൻ പരിപ്പും എന്താ പറയുക, ചക്കക്കുരു, കുറച്ച് മുരിങ്ങയില, കുറച്ച് ഒരു തക്കാളി ചേർത്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുക്കറിൽ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞപ്പൊടി നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ. ഇപ്പം തന്നെ വെള്ളയപ്പം ദേ പുറത്തേക്ക് പോകാനായിട്ട് എല്ലാം കൂടി ഫ്രൈ പാനല്ല കാസറോളിൽ നിന്ന് പുറത്തേക്ക് വീണാനിട്ട് എൻ്റെ കൈ തട്ടിയത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് തട്ടി ഇപ്പം നിലത്തേക്ക് വീഴാൻ പോയതാണ് കേട്ടോ. അങ്ങനെ ദേ ഈ അരപ്പിലേക്ക് ഞാൻ തേങ്ങ ഇട്ടിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഈ പരിപ്പ് കറിയിലേക്ക് ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഈ ഒരു അരപ്പ്. അങ്ങനെ ഇതൊക്കെ ചേർത്ത് നമുക്കിത് വെന്ത് വന്നിരിക്കണ പരിപ്പിൻ്റെ കൂട്ടിലേക്ക് നമുക്കിത് ചേർക്കാം. ഉപ്പിട്ട് പുഴുങ്ങിയെടുക്കണ ഉപ്പിട്ടിട്ടാണ് നമ്മൾ വിസിലടിച്ചിരിക്കുന്നത്. പിന്നെ പൊന്നൂസിന് വേഗം ഞാൻ വെള്ളയപ്പം കടലക്കറിയും വേഗം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കടലക്കറി പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമായെന്നായിട്ട് പറയണത്. അങ്ങനെ ദേ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഒഴിക്കാം. ഈ കറി ഭയങ്കര ടേസ്റ്റായിട്ട്. ഇത് ഒരു മീൻ വറുത്തതോ ഒരു ചിക്കൻ വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് പൂട്ടാം. പിന്നെ ഉണക്കമീനാണെങ്കിലും പറയേ വേണ്ട, അടിപൊളിയായിട്ട് പോകും. ഈ ഒരു കറിയും ഉണക്കമീൻ വറുത്തൊക്കെ നല്ല സൂപ്പറായിട്ട് ഉണയിക്കാൻ പറ്റും. അങ്ങനെ അടിപൊളി പരിപ്പും ചക്കക്കുരും മുരിങ്ങലും തക്കാളിയും ചേർത്തിട്ടുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട്. അത് വേഗം ഞാൻ പാത്രത്തിലേക്ക് ആക്കി പൊന്നൂസിന് മുട്ട വറുത്തതും വെച്ച് ആക്കി വെച്ചിട്ട്, പിന്നെ അത് വെള്ളമൊക്കെ ഞാൻ ആക്കി വെച്ചിട്ട്, പിന്നെ ഇവിടെ മുടിയൊന്നും മെടഞ്ഞു കൊടുക്കാൻ പറ്റും, വേഗം മെടഞ്ഞു കൊടുക്കണം കേട്ടോ. അങ്ങനെ പൊന്നൂസ് പോയിട്ടതിന് ശേഷം ഞാൻ വേഗം വന്നിരുന്ന് വെള്ളയപ്പം കഴിക്കണം. ഇനി അപ്പൂസിനേക്ക് സ്കൂളിലേക്ക് വിടാനുണ്ട്. വേഗം ഞാൻ വാരി കഴിക്കുന്നത്, കാരണം അപ്പൂസിനെ യാത്ര ആക്കിയിട്ടുണ്ട് നമുക്ക് കൊണ്ടാക്കണേ. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ ഇങ്ങനെ എടുക്കണം കേട്ടോ. അത് നമുക്ക് വേഗം ഒന്ന് കഴുകി വെക്കാം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പോയി വരുമ്പോൾ ഈ പാത്രങ്ങൾ കാണുമ്പോൾ അപ്പോൾ നമുക്ക് വേഗം ഈ പാത്രങ്ങളൊന്ന് കഴുകി വെച്ചതിന് ശേഷം അപ്പോൾ യൂണിഫോമൊക്കെ നമുക്ക് ഇട്ട് നമുക്ക് സ്കൂളിലേക്ക് പറഞ്ഞയക്കണം കേട്ടോ. അങ്ങനെ അത് വേഗം അതിൻ്റെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഗ്യാസ് അടുപ്പത്തെ കുറച്ച് കറികളൊക്കെ തെറിച്ചിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് വേഗം തുടച്ച് വൃത്തിയാക്കി എടുക്കണം. എനിക്കിങ്ങനെ തെറിച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഞാൻ തുടച്ചെടുത്തു. അങ്ങനെ ഞാൻ കുറച്ചടുത്ത് തന്നെയായിട്ട് നമ്മുടെ സ്കൂള്. അപ്പോൾ അപ്പൂസിനോട് പോകാന്നിട്ട് ഞാൻ പറയണത്, അപ്പൂസിന് ചെറിയൊരു മടിയുണ്ട്. ശരി ഞാനും കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ ഭയങ്കര മടിയായിട്ട് അവന്. അപ്പോൾ അതിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് എത്ര സമയത്തുണ്ട്, നൈറ്റ് ആയിരുന്നു. അപ്പോൾ ആൾക്ക് താക്കോല് കൊടുക്കണം. അപ്പോൾ എന്നോട് നിൽക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ ഗേറ്റ് അടച്ച് പുറത്ത് നിൽക്കാനായിട്ട്. അത് കഴിഞ്ഞ് തിരിച്ച് വന്നത് കുറച്ച് നേരം ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കട്ടെ. കുറേ നേരം ഇരിക്കും, അത്ര നേരം ഓട്ട പരാക്രമമായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.